ഹായ്, ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നടക്കുന്ന +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും എല്ലാ ചാപ്റ്റേഴ്സും ഭംഗിയായി പഠിച്ചതിന് ശേഷം അവസാനവട്ട റിവിഷൻ എന്ന രീതിയിൽ ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടാൽ തീർച്ചയായും നാളെ നിങ്ങൾക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, സ്ട്രൈറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി, ഈ ചാപ്റ്റേഴ്സിലെ ജോമെട്രിക്കൽ ഐഡിയാസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വ്യത്യസ്തമായ പ്രോബ്ലംസും ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മിനിമം ടൈമിൽ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ച് പൂർത്തീകരിച്ചത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങളെ സഹായിക്കും. ആ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിന്റെ ലിങ്ക്, പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ റിവിഷൻ ക്ലാസ് കണ്ട് കൃത്യമായി പഠിക്കുക. ജസ്റ്റ് ഒരു 50% മാർക്ക് മതി എന്നുള്ള കുട്ടികൾ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ കാണുക. അത് കണ്ടാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ഉറപ്പാണ്. സോ ഈ വീഡിയോയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാളെ എക്സാമിനേഷന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസ് അതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒപ്പം അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇത് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ഡബിൾ പാസ് ഉറപ്പാണ്. എന്നാൽ ഇത് മാത്രം പഠിച്ചാൽ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടത്തില്ല. അതിന് കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻ നമ്പർ 1. ലെറ്റ് A equal to x such that x is an integer -3/2 less than or equal to x less than or equal to 3/2 and capital B equal to x such that x is a prime number less than or equal to 10. Write A and B in roster form. Second part, find A union B, A intersection B and A minus B. ഇതേ പാറ്റേണിലുള്ള ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നാളെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ 2 സെറ്റ് തന്നിട്ടുണ്ട്. അത് ആദ്യം സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അതിനെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതുക. എന്താണ് ആദ്യത്തത്? x is an integer lies between -3/2 and +3/2. -3/2 എന്ന് പറഞ്ഞാൽ 3യുടെ പകുതി -1.5. -1.5നും +1.5നും ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0, 1, 2, 3, 4, 5 എക്സെട്ര. ലെഫ്റ്റിൽ -1, -2, -3 എക്സെട്ര ഇങ്ങനെ പോകുന്ന എലമെന്റ്സ്, ഇതിനെയാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ -1.5, -1നും -2നും മിഡിലായിട്ട് വരും. +1.5 ഇവിടെ വരും. അതിനിടയ്ക്കുള്ള ഇൻഡിജേഴ്സ് പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാണ്? -1, 0, 1. അപ്പൊ ക്യാപിറ്റൽ A ഈക്വൽ ടു സെറ്റ് ഇട്ടിട്ട് -1, 0, 1. ഓക്കെ. -7/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു +7/2 ആണെങ്കിൽ എന്തായിരിക്കും? -7/2 എന്ന് പറഞ്ഞാൽ 7ന്റെ പകുതി 3.5. -3.5നും +3.5. അപ്പൊ -3.5 ഇവിടെ വരും അല്ലേ. +3.5 ഇവിടെ വരും. അതിനിടയ്ക്കുള്ള ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ -3, -2, -1, 0, 1, 2, 3 അങ്ങനെയും ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്യാപിറ്റൽ B എന്ന് പറഞ്ഞാൽ x such that x is a prime number less than or equal to 10. 10 അതിന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് നിങ്ങൾക്കറിയാം 2, 3, 5, 7. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് A യൂണിയൻ B. A എന്ന സെറ്റിലെയും B എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുക. -1, 0, 1, then 2, 3, 5, 7 എഴുതിയത് വീണ്ടും എഴുതരുത്. നെക്സ്റ്റ് A ഇന്റർസെക്ഷൻ B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. നെക്സ്റ്റ് A മൈനസ് B. A എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം, B എന്ന സെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം എലമെന്റ്സിന്റെ സെറ്റ് അതാണ് A മൈനസ് B. -1 ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല, അപ്പൊ എഴുതണം. 0 ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല, എഴുതണം. 1 ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല, എഴുതണം. സോ സെറ്റ് -1, 0, 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് ക്യാപിറ്റൽ A ഈക്വൽ ടു സെറ്റ് A, B, C. 3 എലമെന്റ് ഉണ്ട്. സബ്സെറ്റിന്റെ എണ്ണം എന്തായിരിക്കും? 2n, 2/3. 8 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് സബ്സെറ്റ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആണ് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ആ സെറ്റിലെ ഓരോ എലമെന്റും സെറ്റ് ഇട്ട് എഴുതുക. സെറ്റ് A, സെറ്റ് B, സെറ്റ് C. ഇനി 2 എലമെന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുക. സെറ്റ് A, B, സെറ്റ് A, C, then സെറ്റ് B, C.
ഫൈനലി സെയിം സെറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ്. സെറ്റ് എ കോമ ബി കോമ സി. അപ്പം 3 എലമെന്റ്സ് വന്നതുകൊണ്ട് 8 സബ്സെറ്റുകളുണ്ട്. റൈറ്റ് ഓൾ സബ്സെറ്റ്സ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ആൻസർ എ അല്ലെ. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സ്മോളർ സെറ്റ് എടുക്കുക. സോ ക്യാപിറ്റൽ എ. എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ സ്മോൾ ലെറ്റർ എ. എന്നാൽ എ യൂണിയൻ ബി ആണെങ്കിൽ, ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എ യൂണിയൻ ബി ആണെങ്കിൽ ആൻസർ ക്യാപിറ്റൽ ബി. നെക്സ്റ്റ് റൈറ്റ് ഓപ്പൺ ഇന്റർവൽ 2,5 ഇൻ സെറ്റ് ബിൽഡർ ഫോം അല്ലെ. ഓപ്പൺ ഇന്റർവൽ 2,5 അതിന്റെ മീനിങ് എന്താണ്? 2നും 5നും ഇടയ്ക്കുള്ള കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സും ഉൾപ്പെടണം. അതെങ്ങനെ എഴുതും? ക്യാപിറ്റൽ ഇതാണ് ഓപ്പൺ ഇന്റർവൽ 2,5 ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ആർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. എന്താണ്? 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. എക്സ് എന്ന് പറയുന്നത് 2നും 5നും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ്. ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് വന്നിരുന്നു എങ്കിൽ എന്ത് വരുമായിരുന്നു? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇനി ലെഫ്റ്റ് ക്ലോസ്ഡും റൈറ്റ് ഓപ്പണും എങ്കിൽ എങ്ങനെ വരും? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ക്ലോസ്ഡ് ബ്രാക്കറ്റ് വന്നാൽ അടിയിൽ ഈക്വൽ ടു കൊടുക്കുക. ക്ലോസ്ഡ് ബ്രാക്കറ്റ് വന്നില്ലെങ്കിൽ ഈക്വൽ ടു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്കറിയാം. ഇതും സ്ഥിരമായിട്ട് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇഫ് യു ഈക്വൽ ടു 1 2 3 എക്സെട്ര 10, ക്യാപിറ്റൽ എ ഈക്വൽ ടു 1 2 3 4 ആൻഡ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു 3 6 7 9, then prove that A union B the whole complement equal to A complement intersection B complement. ഡി മോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇത് തന്നെ ചോദിക്കാൻ സാധ്യത. അല്ല എങ്കിൽ ഇത്തരത്തിൽ ഒത്തിരി ഐഡന്റിറ്റീസ് ഉണ്ട് സെറ്റുമായി ബന്ധപ്പെട്ട്. അത്തരത്തിലൊരു ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാനായിരിക്കും സാധ്യത. ഏറ്റവും സാധ്യത വെരിഫിക്കേഷൻ ഓഫ് ഡി മോർഗൻസ് ലോ തന്നെയാണ്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എ യൂണിയൻ ബി കാണുക. അതായത് ഈ റിസൾട്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം കാണുക. എ യൂണിയൻ ബി. എന്താണ് എ യൂണിയൻ ബി? എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സ് എഴുതുക. 1 2 3 4 6 7 9 എ യൂണിയൻ ബി കിട്ടി. അടുത്ത എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അതായത് 1 2 3 4 6 7 9 അത് പോയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളത് അല്ലെ. എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് എന്നാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് എഴുതുമ്പോൾ കിട്ടുന്നതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ഏതൊക്കെ കിട്ടും? 1 2 3 4 പോയാൽ 5 വരും. എന്ത് വരും? 8 വരും. ദെൻ 10 വരും. 5 8 10. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് 5 8 10. നെക്സ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് കാണുന്നതിന് വേണ്ടി ആദ്യം എ കോംപ്ലിമെന്റ് കാണുക. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ ഇല്ലാത്ത എലമെന്റ് 1 2 3 4 പോയിട്ട് ബാക്കി യുവിലുള്ളത്. അതേതൊക്കെയാണ്? 5 6 7 8 9 10. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ബി കോംപ്ലിമെന്റ്. ബി എന്ന് പറഞ്ഞാൽ 3 6 7 9 ഇത് പോയിട്ട് ബാക്കിയുള്ളത് യുവിലുള്ളത് 1 2 4 5 8 10. അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. 1 2 4 5 8 10. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത് എടുത്തെഴുതുക. 5 രണ്ടിടത്തുമുണ്ട് എഴുതി. 6 രണ്ടിടത്തുമില്ല. 7 രണ്ടിടത്തുമില്ല. 8 രണ്ട് സ്ഥലത്തുമുണ്ട് എഴുതുക. ദെൻ 10 രണ്ട് സ്ഥലത്തുമുണ്ട്. സോ ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. LHS നമുക്ക് എന്ത് തന്നെ കിട്ടി? 5 8 10. therefore LHS equal to RHS എന്ന് എഴുതിയാൽ വെരിഫിക്കേഷൻ ഈസ് ഓവർ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2ലേക്ക് കിടക്കുകയാണ്. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 എക്സെട്ര 14. ഡിഫൈൻ എ റിലേഷൻ ഫ്രം എ ടു എ ബൈ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് 3x minus y equal to 0, x comma y element of A. Write the relation in roster form, write its domain, codomain and range. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എയിൽ നിന്ന് എയിലേക്കാണ്. അതായത് എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും എ എന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് എക്സിന് ഇവിടെ 1 കൊടുക്കാം. അതായത് ഈ റിലേഷനിൽ കൊടുക്കുക. എക്സിന് 1 കൊടുത്താൽ വൈ ഈക്വൽ ടു എന്ത് കിട്ടും? 3. അപ്പോൾ ആദ്യത്തെ എലമെന്റ് 1,3. അടുത്ത എക്സിന് 2 കൊടുത്താൽ വൈ ഈക്വൽ ടു എന്ത് കിട്ടും? 6. എക്സിന് 3, അപ്പോൾ ഒരു എലമെന്റ് 2,6. അടുത്ത 3 കൊടുത്താൽ വൈ ഈക്വൽ ടു 9, അപ്പൊ 3,9. അടുത്ത 4 കൊടുത്താൽ എന്ത് കിട്ടും? എക്സിന് 4 കൊടുത്താൽ വൈ ഈക്വൽ ടു 12, അപ്പൊ 4,12 ഓർഡേർഡ് പെയർ, അത് മറ്റൊരു എലമെന്റ്. അടുത്ത് 5 കൊടുത്താലോ 5, എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. അവിടെ 15 ഈ സെറ്റിനകത്തുണ്ടോ? ഇല്ല.
അപ്പോൾ ഈ ആദ്യം പറഞ്ഞ 4 ഓർഡേർഡ് പെയറും സെറ്റിനകത്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. സോ ക്യാപിറ്റൽ R ഈക്വൽ ടു സെറ്റ് ഇട്ടിട്ട് ആദ്യം 1,3, then 2,6, then 3,9, then 4,12. അടുത്ത എക്സിന് 5 കൊടുത്താൽ എന്ത് കിട്ടും? y വാല്യൂ 15. അത് എ എന്ന സെറ്റിലില്ല, അതുകൊണ്ട് എഴുതണ്ട. നെക്സ്റ്റ് ഈ റിലേഷൻ നോക്കി നമുക്ക് ഡൊമൈൻ എഴുതാം. എന്താണ് ഡൊമൈൻ? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദ റിലേഷൻ അല്ലേ? ഈ റിലേഷനിലെ ആദ്യത്തെ എലമെന്റിന്റെ സെറ്റ് 1, 2, 3, 4 സെറ്റാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിലെ സെക്കൻഡ് എലമെന്റിന്റെ സെറ്റ് 3, 6, 9, 12. നെക്സ്റ്റ് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ദ സെക്കൻഡ് സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ. ഇവിടെ എയിൽ നിന്ന് എയിലേക്ക്, അപ്പോൾ കോഡൊമൈൻ എന്താണ്? രണ്ടാമത്തെ സെറ്റ്, അത് എ തന്നെയാണ്. 1, 2, 3 എക്സെട്ര 14. ഇത് സാമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇത്തരത്തിൽ ഒത്തിരി റിലേഷൻസ് ഉണ്ട്. y ഈക്വൽ ടു എക്സ് പ്ലസ് 5, y ഈക്വൽ ടു എക്സ് പ്ലസ് 1. അത്തരത്തിൽ ഒരു റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതി അതിൻ്റെ ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് കാണുന്ന ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് പഠിക്കുക, ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Find values of x and y if ordered pair x by 2, 2y minus 3 equal to 1, 1. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റും ഇക്വേറ്റ് ചെയ്യാം. അതായത് എക്സ് ബൈ 2 ഈക്വൽ ടു 1. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 2. അടുത്ത 2y മൈനസ് 3 ഈക്വൽ ടു, അതും എന്ത് തന്നെയാണ്? 1 സെക്കൻഡ് എലമെന്റ്. 2y ഈക്വൽ ടു 4 എന്ന് കിട്ടും. y ഈക്വൽ ടു എന്ത് കിട്ടും? 2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എ എന്ന സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന സെറ്റ് തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസ് എഴുതണം, ഓർഡേർഡ് പെയറിൽ എഴുതണം അല്ലേ? ആദ്യം സെറ്റ് ഇട്ടിട്ട് 1,3 ഓർഡേർഡ് പെയർ, then ഓർഡേർഡ് പെയർ 1,4, then ഓർഡേർഡ് പെയർ 2,3, then ഓർഡേർഡ് പെയർ 2,4, then ഓർഡേർഡ് പെയർ 3,3, then ഓർഡേർഡ് പെയർ 3,4. എ ക്രോസ് ബി നിങ്ങൾക്കറിയാം. 1, 3, 1, 4, 2, 3, 2, 4, 3, 3, 3, 4 സെറ്റ് ഇടുക, ഓർഡേർഡ് പെയർ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബി ക്രോസ് എ. ബി ക്രോസ് എഴുതുമ്പോൾ ആദ്യത്തെ എലമെന്റ് ബിയിലായിരിക്കണം. അപ്പോൾ സെറ്റ് ഇട്ടിട്ട് ഓർഡേർഡ് പെയർ 3,1, then 3,2, then 3,3, then 4,1, ഓർഡേർഡ് പെയർ 4,2, ഓർഡേർഡ് പെയർ 4,3 അല്ലേ? ആ ഓർഡറിൽ എഴുതുമ്പോൾ ബി ക്രോസ് എ. ഇത് രണ്ടും ഈക്വൽ ആണോ? ഇവിടെ 1,3, ഇത് 3,1 ഒരേപോലെ ആണെങ്കിലും കാഴ്ചയിൽ ഒന്നാണെങ്കിലും അവർ രണ്ടും രണ്ടാണ്. കാരണം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 1, ഇവിടെ എക്സ് കോർഡിനേറ്റ് 3, രണ്ടും ഈക്വൽ അല്ല. therefore എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് പറയാം. നെക്സ്റ്റ് ഫൈൻഡ് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് എഴുതാൻ സാധിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ കാണുന്ന ഫോർമുല 2 റൈസ് ടു പി ക്യൂ. പി എന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം. അപ്പോൾ ആൻസർ എന്ത് വരും? 2 റൈസ് ടു 3 into 2, 2 raised to 6, that is equal to 64 എന്ന് വരും. പലപ്പോഴും ഒൺവേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഫൈൻഡ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x square minus 4x plus 3 by x square minus 5x plus 6. ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതാകുന്നത് എപ്പോഴാണ്? ഈ ഡിനോമിനേറ്റർ 0 വന്നാൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആക്കുന്ന എക്സ് വാല്യൂസ് ഏതെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷൻ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. റാഷണൽ ഫംഗ്ഷന്റെ ഡൊമൈൻ കാണാനുള്ള പ്രൊസീജിയർ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷൻ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം ഫാക്ടറൈസേഷൻ. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -5, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. വാട്ട് ആർ ദ നമ്പേഴ്സ്? -3 and -2. So x minus 3 into x minus 2 equal to 0. So x equal to 3, x equal to 2. അതായത് ഈ ഫംഗ്ഷനിൽ എക്സിന് 3 കൊടുത്താൽ 0 കിട്ടും, 2 കൊടുത്താലും 0. അപ്പോൾ ഡിനോമിനേറ്റർ ഈ രണ്ട് നമ്പറും കൊടുക്കുമ്പോൾ 0 ആകും. ആ രണ്ട് നമ്പറും ഒരിക്കലും എക്സിന്റെ വാല്യൂ ആയി കൊടുക്കാൻ പാടില്ല. ബാക്കി ഏത് റിയൽ നമ്പർ വേണോ കൊടുക്കാം. സോ ഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ R മൈനസ് സെറ്റ് 2, 3. 2, 3 ഈ രണ്ട് നമ്പർ പോയിട്ട് ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പറും നമ്മുടെ ഡൊമൈൻ ആയിട്ട് വരും. എക്സിന്റെ വാല്യൂ, അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മോഡൽ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ, ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്, ഓൾസോ റൈറ്റ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. സിഗ്നം ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ -1, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? 1. ഗ്രാഫ് അറിയാം. എക്സ് ആക്സ് വരയ്ക്കുക, y ആക്സ് വരയ്ക്കുക. എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ 1 ആണ് ആൻസർ.
അല്ലെ, 1 ഇവിടെ പാരലായിട്ട് വരയ്ക്കുക. അടുത്ത എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ -1, 0 ആകുമ്പോൾ 0, അവിടെ ഒന്ന് ഡാർക്കൺ ചെയ്യുക. ഓക്കെ, സോ വിച്ച് ഈസ് ദ ഗ്രാഫ് ഓഫ് സിഗ്നം ഫംഗ്ഷൻ. അടുത്ത ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഏത് എക്സ് വാല്യൂവിനും, അതായത് എല്ലാ എക്സ് വാല്യൂവിനും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ ഡൊമൈൻ ക്യാപിറ്റൽ R. റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ, ഇവിടെ 3 3 നമ്പർ മാത്രമേ y വാല്യൂ ആയിട്ട് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് സെറ്റിനകത്തിടണം. സെറ്റ് -1, 0, 1 ഈ 3 ആൻസർ മാത്രമേ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് ഉള്ളൂ. സോ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ -1, 0, 1 അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് f of x equal to 2x - 3. ഫൈൻഡ് വാല്യൂ ഓഫ് f of -2. എക്സിന് -2 കൊടുത്താൽ മതി. 2 × -2 -4, -4 - 3 എന്ത് കിട്ടി? -7. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഇത്രയുമാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3. കൺവേർട്ട് 25 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. നമുക്കറിയാം ഡിഗ്രിയെ റേഡിയനിലോട്ട് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മേളിൽ 5 ക്യാൻസൽ ചെയ്താൽ 5π എന്ന് വരും. താഴെ 180/5 36. സോ 5π/36 എന്ന് കിട്ടും. റേഡിയനിലോട്ട് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി തിരിച്ച് ഡിഗ്രിയിലോട്ട് മാറ്റാനാണെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് cos 15 അല്ലെങ്കിൽ sin 15 ചോദിക്കാം, sin 17, tan 15. ഈ 3 എണ്ണത്തിൽ ഒന്ന് 100% ഉറപ്പാണ്. ഇവിടെ സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നു. cos 15 ഇതിനെ, ഈ 15 ഡിഗ്രിയെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അറിയാവുന്ന ആംഗിളിൻ്റെ വാല്യൂസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് cos നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അറിയാവുന്ന വാല്യൂസ് 30, 45, 60, 90 തുടങ്ങിയവയാണ്. അപ്പോൾ 15 ഡിഗ്രിയെ 45 - 30 എന്ന് എഴുതാം. എന്നിട്ട് cos a - b എന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. ഇത് a, ഇത് b. cos a - b എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ്? cos a cos b പ്ലസ് sin a sin b. ഫോർമുല അറിയണം, അത് മുഖ്യം. cos 45ന്റെ വാല്യൂ 1/√2, cos 30യുടെ വാല്യൂ √3/2 അതും അറിയണം, കാൽക്കുലേറ്റർ ഉപയോഗിച്ചും കണ്ടെത്താം. പ്ലസ് sin 45 1/√2, sin 30 1/2, ഡിനോമിനേറ്റർ 2√2. അതുപോലെ മേളിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 + 1. വെരി വെരി ഇമ്പോർട്ടൻറ്റ് 1. അപ്പോൾ cos 15 ഇതാണെങ്കിൽ sin 75 അതിൻ്റെ വാല്യൂ ഇത് തന്നെ വരും. tan 15 ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. sin x = -3/4 തന്നിട്ടുണ്ട്. എക്സ് ഇൻ എന്താണ്? 4th quadrant. ഫൈൻഡ് വാല്യൂസ് ഓഫ് അതർ ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് റഫായിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഇതാണ് ആംഗിൾ എക്സ്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 3 ബൈ ഹൈപ്പോട്ടിനിയസ് എന്താണ്? 4. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനിയസ്. അപ്പോൾ എന്താണ്? 3/4. ഇവിടെ 3, ഇവിടെ 4. എങ്കിൽ ഈ സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ചെറിയ സൈഡിന്റെ ലെങ്ത് √16 - 9 അല്ലെ, ഇതിന്റെ സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ √16 - 9 √7 എന്ന് കിട്ടും. സോ ഇനി 1/1 ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സൈൻ എക്സിന്റെ റെസിപ്രോക്കലാണ് കൊസീക് എക്സ്. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ -4/3. അടുത്ത് cos x എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് √7/4. സീക്ക് എന്ന് പറഞ്ഞാൽ ഇവന്റെ റെസിപ്രോക്കൽ. അപ്പോൾ എന്ത് കിട്ടും? 4/√7. 4th ക്വാർട്ടറിലായതുകൊണ്ട് ഇത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അടുത്ത tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് 3/√7. അത് മൈനസ് ആയിരിക്കും 4th ക്വാഡ്രന്റിൽ. കോട്ടക്സ് എന്ന് പറഞ്ഞാൽ ഇവന്റെ റെസിപ്രോക്കൽ അല്ലെ. 4th ക്വാഡ്രന്റിൽ കോസും സീക്കും മാത്രം പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് sin 3x + sin x ബൈ cos 3x + cos x = tan 2x എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെയും ട്രിഗണോമെട്രിക് ഫോർമുല അറിയണം, അത് പഠിച്ചേ പറ്റൂ. നിങ്ങൾക്കറിയാം s + s = 2sc. s എന്ന് പറഞ്ഞാൽ സൈൻ ആണ് കേട്ടോ, c എന്ന് പറഞ്ഞാൽ കോസ്. അപ്പോൾ sin a + sin b = 2 sin a + b/2 ഇൻറ്റു cos a - b/2. ആ ഫോർമുലയുടെ ഷോർട്ട് ഫോം ആണിത്. നമ്മൾ റിവിഷൻ ക്ലാസ്സിലും ഓൺ ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യനിലെല്ലാം ഈ ഷോർട്ട് ഫോം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് c + c എന്ന് പറഞ്ഞാൽ cos a + cos b = ആൻസർ 2 cos a + b/2 ഇൻറ്റു cos a - b/2. ആൻസർ എഴുതുമ്പോൾ ആദ്യത്തെ ആംഗിൾ a + b/2, രണ്ടാമത്തെ ആംഗിൾ a - b/2. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ a 3x, b എന്ന് പറഞ്ഞാൽ x, s + s 2sc 2 sin ആദ്യത്തെ ആംഗിൾ എങ്ങനെ കിട്ടും? 3x-ഉം x-ഉം ആഡ് ചെയ്താൽ 4x. അതിന്റെ പകുതി എഴുതുമ്പോൾ ആൻസർ ആയി 2x ഇൻറ്റു 2sc cos അടുത്ത ആംഗിൾ എന്താണ്? ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 3x ന്ന് x കുറച്ചാൽ 2x. അതിന്റെ പകുതി എന്താണ്? x. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ c + c 2cc 2 cos
ആദ്യത്തെ ആംഗിൾ നേരത്തെ പറഞ്ഞ പോലെ 3x x 4x അതിന്റെ പകുതി 2x ഇൻറ്റു അടുത്ത ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, പകുതി എടുക്കുക, അപ്പോൾ x എന്ന് കിട്ടും. കോസ് ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു. സൈൻ ബൈ കോസ് ആണ് ടാൻ ഓഫ് ദാറ്റ് ആംഗിൾ 2x വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടു പ്രൂവ്. അടുത്ത ക്വസ്റ്റ്യൻ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് കോസ് 4x ഈക്വൽ ടു 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ LHS എടുക്കുന്നു. കോസ് 4x, കോസ് ഈ 4xനെ 2 ഇൻറ്റു 2x എന്ന് എഴുതുന്നു. കാരണം കോസ് 2xന് നമുക്കൊരു ഫോർമുല അറിയാം, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വട്ടത്തിൽ ആരിയിരിക്കുന്നു? 2x. ഇനി 1 മൈനസ് 2 ഇൻറ്റു സൈൻ 2xന് മറ്റൊരു ഫോർമുലയുണ്ട്, 2 സൈൻ എക്സ് കോസ് എക്സ്, എന്നിട്ട് അതിന്റെ സ്ക്വയർ. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 4 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 2 ആകുമ്പോൾ 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. കംപ്ലീറ്റ് ട്രിഗണോമെട്രി ഫോർമുലയാണ്, മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയാണ്, അത് പഠിക്കണം. അടുത്തത് കാൽക്കുലേറ്റർ കൊണ്ട് മാത്രം ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാണാതെ വാല്യൂസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, അല്ല എങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. Prove that 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3 equal to 10. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം LHS എടുത്ത് എഴുതുക, എന്നിട്ട് ഇതിനെ ഡിഗ്രിയിലോട്ട് കൺവെർട്ട് ചെയ്യുക. റേഡിയൻ മെഷറിലുള്ള ആംഗിൾ 3 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി എന്നാണ്. 180/4 180/4 45, 45 × 3 135 പ്ലസ് 2 കോസ് സ്ക്വയർ 180/4 45 പ്ലസ് 2 സിക്സ് സ്ക്വയർ 180/3 എന്ത് കിട്ടി? 60. ഇനി കാൽക്കുലേറ്റർ എടുക്കുക, ചുമ്മാ കൊടുക്കുക. സൈൻ 135 അടിച്ചു കൊടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 0.5 എന്ന് കിട്ടും. A/B എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ 1/2 എന്ന് തന്നെ കിട്ടും. അടുത്ത് കോസ് 45 അടിക്കുക, അതിൻ്റെ സ്ക്വയർ അടിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് വീണ്ടും 1/2 എന്ന് കിട്ടും. അതാണ് ഈ സാധനം. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു അടുത്ത് സീക്ക് എങ്ങനെ അടിക്കും? സീക്ക് നമ്മുടെ കാൽക്കുലേറ്ററിൽ കാണത്തില്ല. അപ്പോൾ സീക്ക് ആരുടെ റെസിപ്രോക്കൽ? കോസ്. അപ്പോൾ കോസ് 60 അടിക്കുക. കോസ് 60 അടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് സ്ക്വയർ ചെയ്യുക, അല്ലെങ്കിൽ കോസ് 60 അടിച്ചിട്ട് സ്ക്വയർ ചെയ്തിട്ട് റെസിപ്രോക്കൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റും. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിനേഷന് ചോദിച്ചിരുന്നു, പബ്ലിക്കിന് ചോദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് Z ഈക്വൽ ടു 3 മൈനസ് 4y. Z ഈക്വൽ ടു 3 മൈനസ് 4y. ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് അതാണ് Z ബാർ ഈക്വൽ ടു എന്താണ്? 3 പ്ലസ് 4y. ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ 3 സ്ക്വയർ 9 പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ എന്താണ്? 16. ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 25 ദറ്റ് ഈസ് 5. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണുന്ന ഫോർമുല മസ്റ്റ് ആയിട്ട് പഠിക്കണം. Z ബാർ ബൈ മോഡ് Z സ്ക്വയർ. Z ബാർ എന്താണ്? 3 പ്ലസ് 4y ബൈ മോഡ് സെറ്റിന്റെ സ്ക്വയർ. സ്ക്വയർ ചെയ്യാൻ മറന്നു പോരുത്. 5ന്റെ സ്ക്വയർ 25. വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് 1 പ്ലസ് 2y ബൈ 2 മൈനസ് 3y ഇൻ ദ ഫോം ഓഫ് a പ്ലസ് ib, അല്ലെങ്കിൽ ഇൻ സ്റ്റാൻഡേർഡ് ഫോം. കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഈ കോംപ്ലക്സ് നമ്പർ അതുപോലെ എഴുതുക. 1 പ്ലസ് 2y ബൈ 2 മൈനസ് 3y ഇൻ ടു താഴെ ഇരിക്കുന്നതിന്റെ കോൺജുഗേറ്റ് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. താഴെ ഇരിക്കുന്ന കോൺജുഗേറ്റ് എന്താണ്? 2 മൈനസ് 3y. അതിന്റെ കോൺജുഗേറ്റ് 2 പ്ലസ് 3y. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ്. നിങ്ങൾക്കറിയാം. 2 പ്ലസ് 3y മേളിലും കൊടുത്തു, താഴെ കൊടുത്തു. ഇനി മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 3y 3y, അടുത്ത് 2y ഇൻറ്റു 2 4y, അടുത്ത് 2y ഇൻറ്റു 3y 6i സ്ക്വയർ. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. സോ 6 ഇൻറ്റു -1 -6. i എന്ന് പറഞ്ഞാൽ റൂട്ട് -1 നിങ്ങൾക്കറിയാം. താഴെ a പ്ലസ് ib ഇൻറ്റു a മൈനസ് ib സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. s സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഡിവിഷൻ വരുമ്പോൾ താഴെ 2 സ്ക്വയർ പ്ലസ് -3യുടെ സ്ക്വയർ എഴുതിയാൽ 2ന്റെ സ്ക്വയർ 4 പ്ലസ് -3യുടെ സ്ക്വയർ 9. കാരണം a പ്ലസ് ib ഇൻറ്റു a മൈനസ് ib എന്ന് പറഞ്ഞാൽ ഫോർമുല s സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇനി മേളിൽ 2 മൈനസ് 6 എന്താണ്? -4. 3iയും 4iയും ആഡ് ചെയ്താൽ 7i ബൈ താഴെ 13 സ്പ്ലിറ്റ് ചെയ്യുക. -4/13 പ്ലസ് i 7/13 വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് a പ്ലസ് ib. നെക്സ്റ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് i റൈസ് ടു -19. i റൈസ് ടു -19നെ 1/i/19 എന്ന് എഴുതാം. നമുക്കറിയാം i റൈസ് ടു 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ എല്ലായ്പ്പോഴും 1. അപ്പോൾ ഇതിനെ 4ന്റെ മൾട്ടിപ്പിളുമായി കണക്ട് ചെയ്യണം. 4ന്റെ മൾട്ടിപ്ലിക്കിലേക്ക് എത്താൻ എളുപ്പവഴി ഇവിടെ 19 ഉണ്ട്. ഒരു i മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ മേളിലും i കൊടുക്കുന്നു. i റൈസ് ടു 19ഉം iയും മൾട്ടിപ്ലൈ ചെയ്താൽ i റൈസ് ടു 20. പിന്നെ മേളിലുള്ള i അതുപോലെ
i⁻20യുടെ ആൻസർ എന്താണ് 1. അപ്പോൾ i/1 എന്ന് പറഞ്ഞാൽ i. അപ്പോൾ ഈ ഐയുടെ പവറിനെ 4ന്റെ മൾട്ടിപ്പിളുമായി കണക്ട് ചെയ്ത് എഴുതുക. i⁴ ഇൻറ്റു n വന്നാൽ ആൻസർ 1. n ഈസ് എ നാച്ചുറൽ നമ്പർ, നിങ്ങൾക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ലീനിയർ ഇനിക്വാളിറ്റി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. ഈ 2ൽ 1 അല്ലെങ്കിൽ സിമിലർ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. സോൾവ് x പ്ലസ് x/2 പ്ലസ് x/3 ലെസ് ദാൻ 11. ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുക, 1 അല്ല 11. ആൻഡ് റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. സോ ആ ഇനിക്വാളിറ്റി എഴുതി. ഇവിടെ ഡിനോമിനേറ്ററിലെ LCM എന്താണ്? 2 × 3 6. ഓരോ ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 6x, ഇവിടെ 6/2 3x, ഇവിടെ 6/3 2x ലെസ് ദാൻ 11 × 6 66. ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് 11x ലെസ് ദാൻ 66. x ലെസ് ദാൻ 66/11 എന്താണ്? 6. എക്സിന്റെ വാല്യൂ 6-നേക്കാളും ചെറിയ റിയൽ നമ്പർ. അപ്പം എങ്ങനെ എഴുതും? x എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ -∞, 6 അല്ലെ? 6ന്റെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. ഈക്വൽ ടു ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നമ്പർ ലൈൻ വരയ്ക്കുക. 0 1 2 3 4 5 6 അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ലെഫ്റ്റിലോട്ടും കുറേ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. നമ്മുടെ സൊല്യൂഷൻ എന്താണ്? 6-നേക്കാളും ചെറിയ റിയൽ നമ്പർ. അപ്പോൾ ഈ 6ന്റെ അവിടെ അത് ഇൻക്ലൂഡഡ് അല്ല, ഒരു സ്മോൾ സർക്കിൾ ഇടുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡാർക്കൺ ചെയ്യുക. അതിന്റെ മീനിങ് 6 ഉൾപ്പെടുന്നില്ല, അതിനേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇതിന്റെ സൊല്യൂഷനായിട്ട് വരും. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ, സിമിലർ വൺ. Solve 3x minus 4/2 greater than or equal to x plus 1/4 minus 1. ഇവിടെയും LCM നോക്കുമ്പോൾ 2 4 ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 4 ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 × 4 8 കൊണ്ട് ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. കറക്റ്റ് മെത്തേഡ് LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ LCM 4. അപ്പോൾ ഈച്ച് ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 മൾട്ടിപ്ലൈ ചെയ്താൽ 4/2 എന്ത് കിട്ടും? 2 × ദിസ് ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്ത് കിട്ടും? x + 1 മൈനസ് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം 4. അത് പലരും മറന്നുപോകും. -4. ഇനി 2 × 3x 6x. അടുത്ത -8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. 1ൽ നിന്ന് 4 കുറച്ചാൽ -3. x ഒരു സൈഡ് കൊണ്ടോ 6x നിന്ന് x കുറച്ചാൽ 5x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -8. ഇവിടെ വരുമ്പോൾ +8 8 - 3 5. 5x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും? 1. ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ് ഓർഡറിൽ എഴുതണം, അല്ലെങ്കിൽ നോ പ്രോബ്ലം. ഇവിടെ ആ പ്രശ്നമില്ല. എക്സിന്റെ വാല്യൂ 1 അതിനേക്കാളും വലുത്. അപ്പൊ എങ്ങനെ എഴുതും? എക്സ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 1, ∞. 1 അതിനേക്കാളും വലുതായിട്ടുള്ള റിയൽ നമ്പർ 1 ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് n ഇഫ് NP5 = 42 × NP3. അല്ലെ? പെർമ്യൂട്ടേഷൻ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. NPR ഫോർമുല അറിയാം. n⁻n/n−r⁴. അപ്പൊ NP5 എങ്ങനെ എഴുതാം? n⁻n/n−5 = 42 × NP3. മേളിലിരിക്കുന്ന n⁻അവയുടെ ഡിഫറൻസ് n-3. നെക്സ്റ്റ് n-3 നേരെ മേളിൽ കൊണ്ടുവന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. n-3 = 42 × ഈ n⁻. അതുപോലെ ഇവിടെ ഇരുന്നത് താഴോട്ട് കൊണ്ടുവന്നു. ഇവ തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ഈക്വൽ ടു എന്ത് കിട്ടി? 42. നമുക്കറിയാം n⁻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ n × n-1 × n-2 എക്സെട്ര 1 വരെ പോകും. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ അവിടെ എന്ത് കൊടുക്കണം? ഫാക്ടോറിയൽ. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ n-3 എങ്ങനെ എഴുതാം? n-3 × n-4 × n-5 എക്സെട്ര പോകണം. പക്ഷെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫാക്ടോറിയൽ അത് കൊടുക്കാൻ കാരണം ഡിനോമിനേറ്ററിൽ n-5 ഇരിക്കുന്നതുകൊണ്ടാണ്. സോ n-3 n-3 × n-4 × n-5 ബൈ താഴെ ഇരിക്കുന്ന എഴുതാം. ക്യാൻസൽ ചെയ്യുമ്പോൾ n-3 × n-4 = 42. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. നമ്മൾ -b +or- √b² - 4ac/2a അങ്ങനെ കണ്ടെത്താം. അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ, 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -30. വാട്ട് ആർ ദ നമ്പേഴ്സ്? -10 ഉം 3. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n = 10, n = -3. n എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ മാത്രമേ വരത്തുള്ളൂ. സോ n = എന്താണ്? 10. സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുക, ചോദിക്കാൻ സാധ്യത ഉണ്ട്. നെക്സ്റ്റ്, ഫൈൻഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ വേർഡ് മിസിസിപ്പി. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ വേർഡ് മിസിസിപ്പി.
ഈ മിസിസിപ്പി എന്ന വേർഡിന്റെ പ്രത്യേകത സം ഒബ്ജക്ട്സ് ആർ, സം ലെറ്റേഴ്സ് ആർ റിപ്പീറ്റഡ്. അങ്ങനെ വന്നാൽ ആദ്യം നമ്മൾ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് എഴുതുക. എന്താണ്? n. അതാണ് സ്മോൾ ലെറ്റർ n. അത് എണ്ണുമ്പോൾ ഇവിടെ നമുക്ക് 11 എന്ന് കിട്ടും. സ്മോൾ ലെറ്റർ n 11. മിസിസിപ്പി എന്ന വേർഡിൽ ഓരോ ലെറ്ററും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? m റിപ്പീറ്റ് ചെയ്യുന്നില്ല, i 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ P1 4 എന്ന് കൊടുക്കുക. S 2 പ്രാവശ്യം, അത് P2 എന്ന് കൊടുക്കുക. അടുത്ത് P 2 പ്രാവശ്യം, S 4 പ്രാവശ്യമാണ്. അപ്പോൾ P2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 4. അവസാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? P എന്ന് പറയുന്നത് 2 പ്രാവശ്യമേ ഉള്ളൂ. സോ ഓരോ ലെറ്ററും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ എണ്ണം P1, P2, P3 എന്ന് കൊടുക്കുക. എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് കാണുന്ന ഫോർമുല n ഫാക്ടോറിയൽ ബൈ P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ ഇൻറ്റു P3 ഫാക്ടോറിയൽ. n എന്ന് പറയുന്ന 11 ആണല്ലോ. 11 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും. കാൽക്കുലേറ്ററിൽ കൊടുത്ത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. അത് പ്രാക്ടീസ് ചെയ്യുക. 34,650 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ്, in which how many of the arrangements 4 i's comes together? മിസിസിപ്പി എന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സും യൂസ് ചെയ്ത് എത്ര അറേഞ്ച്മെന്റ് കണ്ടെത്താം? അതായിരുന്നു ഫസ്റ്റ് പാർട്ട്. അതിൽ എത്ര അറേഞ്ച്മെന്റിൽ ഈ 4 ഐയും ഒരുമിച്ച് വരും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 ഐ ഒരുമിച്ച് വരണം, ബാക്കിയുള്ളത് എഴുതി അല്ലെ. ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഇത് 1 എന്നാണ് അർത്ഥം. അപ്പൊ നൗ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് എത്ര? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് 8. അപ്പോൾ ആൻസർ എന്താണ്? 8 ഫാക്ടോറിയൽ ബൈ അതിൽ എസ് എന്ന് പറയുന്ന എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? 4. അപ്പോൾ ബൈ 4 ഫാക്ടോറിയൽ. പി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? 2 പ്രാവശ്യം, 2 ഫാക്ടോറിയൽ. ഓക്കെ, എഴുതി. ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ളതിനെ എത്ര വ്യത്യസ്തമായ രീതിയിൽ എഴുതാം? ഇതെങ്ങനെ എഴുതിയാലും ഒറ്റ രീതിയിൽ എഴുതാൻ പറ്റും. 4 ഒരേ എലമെന്റ് അല്ലേ? വ്യത്യസ്ത എലമെന്റ് ആണെങ്കിൽ അതിനെ വ്യത്യസ്തമായ രീതിയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. ഇവിടെ അതിന്റെ ആവശ്യമില്ല. സോ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ആൻസർ 840 എന്ന് കിട്ടും. 840. Next question, how many 3-digit even numbers can be formed from the digits 1, 2, 3, 4, 5 if the digits can be repeated? If the digits can be repeated. അല്ലേ, നമ്മുടെ കൈവശം 5 നമ്പർ ഉണ്ട്. 1, 2, 3, 4, 5. 3-digit ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യണം. ഈവൻ നമ്പർ ആകുന്നത് ആരാണ്? ഫസ്റ്റ് പ്ലേസിൽ എലമെന്റ് ഈവൻ ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആകത്തുള്ളൂ. ഒരു നമ്പർ ഈവൻ ആണെന്ന് തീരുമാനിക്കുന്നത് ഈ ആദ്യത്തെ എലമെന്റ് ഈവൻ ആണെങ്കിൽ ഈവൻ, ഓഡ് ആണെങ്കിൽ ഓഡ്. അപ്പൊ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് എഴുതാൻ സാധിക്കും? 1, 2, 3, 4, 5. 2 എഴുതാം, 4 എഴുതാം. ദാറ്റ് മീൻസ് ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 2 ways. അവിടെ 2 എഴുതിയെന്നല്ല, ഈ ബോക്സ് 2 രീതിയിൽ എഴുതാം. ഒന്നുകിൽ 2 എഴുതാം, 4. ഇനി ഇവിടെ ഒരു എലമെന്റ് എഴുതി കഴിഞ്ഞു, അത് നമ്മുടെ വിഷയമല്ല. എഴുതിയത് വീണ്ടും എഴുതാം. റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. അപ്പൊ നമ്മുടെ ഈ വശം ബാക്കി 5 എണ്ണം ഉണ്ടല്ലോ, ആ 5 എണ്ണത്തിൽ ഏത് നമ്പർ വേണോ ഈ ബോക്സിൽ എഴുതാം. ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 ways. എഴുതിയത് വീണ്ടും എഴുതാം. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ അഗെയിൻ 5 ways. സോ ടോട്ടൽ നമ്പർ ഓഫ് ways 5 into 5 into 2. സോ 25 into 2 50 എന്ന് കിട്ടും. ഇപ്പൊ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആയിരുന്നു എങ്കിൽ എന്ത് വരും? ആദ്യത്തെ ബോക്സ് നമുക്ക് 2 രീതിയിൽ എഴുതാം അല്ലെ. അപ്പൊ 2 ഒരു എലമെന്റ് അവിടെ എഴുതി കഴിഞ്ഞു, ബാക്കി പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ? 4 എലമെന്റ്. അപ്പൊ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 ways. അപ്പൊ 2 എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് വരും? 3. അപ്പൊ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആയിരുന്നു എങ്കിൽ ആൻസർ 2 into 4 into 3 എന്നാകുമായിരുന്നു. ഓക്കെ, ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഇഫ് NC8 ഈക്വൽ ടു NC2 then find NC2. നമുക്കറിയാം 2 കോമ്പിനേഷൻ ഈക്വൽ ആണെങ്കിൽ n ഈക്വൽ ടു a plus b. അപ്പൊ n ഈക്വൽ ടു എന്താണ്? 8 plus 2 10. അപ്പൊ n 10 ആണെങ്കിൽ NC2 that is equal to എന്ത് കിട്ടും? 10C2. 10C2 കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ ആൻസർ 45 എന്ന് കിട്ടും. നെക്സ്റ്റ്, ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? ഒരു സർക്കിളിൽ 21 പോയിന്റ് ഉണ്ട്. ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ 2 പോയിന്റുകൾ കണക്ട് ചെയ്യണം. മൊത്തം 21 പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് വെച്ച് എത്ര വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം? സോ നമ്പർ ഓഫ് കോഡ്സ് കാണുന്ന ഫോർമുല 21C2. 21C2 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 210 എന്ന് കിട്ടും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് of choosing 4 cards from a pack of 52 playing cards? 52 കാർഡ് ഉണ്ട്, 4 കാർഡ് എടുക്കണം. എത്ര വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം? നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 52C4. ആൻസർ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വേസ് 52C4. In how many of these cards are of the same color? സെയിം കളറിലുള്ള കാർഡ് 4 നമ്മൾ 4 കാർഡ് എടുക്കുന്ന 4 ഒരേ കളർ ആകാനുള്ള സാധ്യത. ഒന്നുകിൽ 4 കാർഡും ബ്ലാക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ 4 കാർഡും റെഡ് ആയിരിക്കണം. സോ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു
ഒന്നുകിൽ 4 കാർഡും ബ്ലാക്ക്, മൊത്തം 26 ബ്ലാക്ക് കാർഡ് ഉണ്ട്, അതിൽ നിന്ന് 4 എടുക്കുക, 26C4. ഓ എന്ന് പറഞ്ഞാൽ പ്ലസ്, അല്ലെങ്കിൽ എന്താണ് 26 റെഡ് ഉണ്ട്, അതിൽ നിന്ന് 4 എണ്ണം എടുക്കണം, ഒരേ കളർ ആയിരിക്കണം. സോ 26C4 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 29,900 എന്ന് കിട്ടും. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, 4 കാർഡ്സ് ആർ ഓഫ് ദ സെയിം സ്യൂട്ട്. 4 കാർഡ് എടുക്കുന്നു, 4ഉം ഒരേ സ്യൂട്ട് ആയിരിക്കണം. ഒന്നുകിൽ 4ഉം ഡയമണ്ട് കാർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 4ഉം ഹാർട്ടിന്റെ സിംബൽ ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ക്ലബ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്പെയ്ഡ്. ഇപ്പൊ ഡയമണ്ട് 13 ഉണ്ട്, അതിൽ നിന്ന് 4 എണ്ണം എടുക്കാം. ഓ ഹാർട്ടിന്റെ സിംബൽ 13 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് 4 എണ്ണം എടുക്കാം. ഓ ക്ലബ്ബ് 13 എണ്ണം ഉണ്ട്, 4 എണ്ണം എടുക്കാം. ഓ സ്പെയ്ഡ് 13 ഉണ്ട്, 4 എണ്ണം എടുക്കാം. കാൽക്കുലേറ്റർ എടുക്കുമ്പോൾ 2860. നെക്സ്റ്റ് 4 കാർഡ് എടുക്കുന്ന 4ഉം ഫേസ് കാർഡ് ആകാനുള്ള സാധ്യത. ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ 12 ആണ്. കിങ്, ക്യൂൻ, ജാക്ക്, ഈ 3 കാർഡിന് മാത്രമേ ഫേസ് ഉള്ളൂ. 4 കിങ്, 4 ക്യൂന്, 4 ജാക്ക്, അങ്ങനെ മൊത്തം 12 കാർഡ്. അതിൽ നിന്ന് 4 കാർഡ് സെലക്ട് ചെയ്യണം. എത്ര വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം? 12C4. നെക്സ്റ്റ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x plus 2y the whole raised to 2n. മോഡൽ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് ടേം ഇൻ ദ എക്സ്പാൻഷൻ 2n plus 1. ഹോൾ റേസ് ടു 9 ആണെങ്കിൽ ആൻസർ 9 plus 1 10 ആയിരിക്കും. നെക്സ്റ്റ്, എക്സ്പാൻഡ് x plus 1/x the whole raised to 5. ഇത് എക്സ്പാൻഡ് ചെയ്യുക. ബൈനോമിയൽ തിയറം യൂസ് ചെയ്യണം. n എന്ന് പറഞ്ഞാൽ 5C0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ പ്ലസ് 5C1 ഫസ്റ്റ് ടേം പവർ ഒന്ന് കുറയ്ക്കണം, ഇൻറ്റു സെക്കൻഡ് ടേം എഴുതുക. രണ്ടാമത്തെ ടേമിൽ സെക്കൻഡ് ടേം എഴുതണം, പ്ലസ് 5C2 ഫസ്റ്റ് ടേം പവർ ഒന്ന് കുറയ്ക്കുമ്പോൾ x³ സെക്കൻഡ് ടേമിന്റെ പവർ ഒന്ന് കൂട്ടണം, അപ്പോൾ 1/x² പ്ലസ് 5C3 x³ x² ആവും, 1/x² 1/x³ ആവും, പ്ലസ് 5C4 x² x ആവും, ഇത് 1/x⁴, പ്ലസ് 5C5 സെക്കൻഡ് ടേം മാക്സിമം പവർ 1/x⁵. ആദ്യത്തെ ടേമിന്റെ പവർ ഒന്ന് കുറച്ച് എഴുതുക, രണ്ടാമത്തെ ടേമിന്റെ പവർ ഒന്ന് കൂട്ടി എഴുതുക, ലാസ്റ്റ് ടേമിൽ സെക്കൻഡ് ടേം റൈസ് ടു മാക്സിമം പവർ. ഇനി കാൽക്കുലേറ്ററിൽ കൊടുക്കുക. 5C01 ഇൻറ്റു x⁵, അത് തന്നെ 5C15 5 ഇൻറ്റു x⁴/x, അത് x³ പ്ലസ് 5C2 എന്ന് പറഞ്ഞാൽ 10 x³/x², ദാറ്റ് ഈസ് x, പ്ലസ് 5C3 അതും 10 x²/x³. x²ഉം പോയാൽ ഡിനോമിനേറ്ററിലാണ് x. അടുത്ത 5C4 5 x/x⁴, x³ ഡിനോമിനേറ്ററിലാണ് എഴുതേണ്ടത്, പ്ലസ് ഹിയർ 5C5 1, അത് കാൽക്കുലേറ്റർ കൊടുത്താൽ മതി 1/x⁵ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് a plus b the whole raised to 4 minus a minus b the whole raised to 4. Also find √3 plus √2 the whole raised to 4 minus √3 minus √2 the whole raised to 4. First of all, a plus b the whole raised to 4 നിങ്ങൾക്കറിയാം 4C0 a raised to 4 plus 4C1 a³ into second term എഴുതുക b plus 4C2 a² into b² plus 4C3 a into b³ plus 4C4 b raised to 4. ഫസ്റ്റ് ടേം പവർ ഒന്ന് കുറച്ച് എഴുതുക, സെക്കൻഡ് ടേം പവർ കൂട്ടി എഴുതുക. സോ കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ 4C01 into a raised to 4, അത് തന്നെ 4C1 4 a³ b plus 4C2 6 a² b², 4C3 4 a b³ plus b raised to 4. ഇത് a plus b the whole raised to 4 എങ്കിൽ a minus b the whole raised to 4 കാണാൻ ഓൾട്ടർനേറ്റീവായി സൈൻ ചേഞ്ച് ചെയ്യുക. ഇത് അതുപോലെ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് തന്നെ, ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ ആൻസർ ആയി. ഓക്കെ, ഓൾട്ടർനേറ്റീവ് സൈൻ ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇത് ക്യാൻസൽ ചെയ്ത് പോയി, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആവും, അപ്പോൾ 8 a³ b, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് പ്ലസ് 8 a b³ ഇതും ക്യാൻസൽ ആയി. രണ്ടിൽ നിന്നും ഒരു 8ab കോമൺ ആയിട്ട് എടുത്താൽ a² plus b² എന്ന് കിട്ടും. 8ab into a² plus b². Next we have to find using this result √3 plus √2 the whole raised to 4 minus √3 minus √2 the whole raised to 4. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ പ്ലേസിൽ √3 ബിയുടെ പ്ലേസിൽ √2. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഫൈനൽ ആൻസറിൽ എയുടെ പ്ലേസിൽ √3 ബിയുടെ പ്ലേസിൽ √2 കൊടുക്കുക. സോ 8 √3 into √2 into √3 square 3 √2 square 2 3 plus 2 5 into 8 40 into √6 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ ചോദിക്കാനാണ് സാധ്യത. ഫൈൻഡ് സം ടു n terms of the sequence 7, 77, 777 etc.
ഫൈൻഡ് സം ടു n ടേംസ് ഓഫ് 8,88,888 അല്ലെങ്കിൽ 5,55, അങ്ങനെയൊക്കെ ചോദിക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്ത് ചോദിച്ചാലും ലെറ്റ് Sn ഈക്വൽ ടു അതെല്ലാം സം ചെയ്ത് എഴുതുക. 7 + 77 + 777 + എക്സെട്ര ടു n ടേംസ്. കോമൺ ആയിട്ടുള്ള എലമെന്റ് പുറത്തെടുക്കുക. ഇതെല്ലാം 7 കോമൺ ആയിട്ടുണ്ട്. അത് പുറത്തെടുത്താൽ 1 + 11 + 111 എക്സെട്ര. നെക്സ്റ്റ് ഒരു 9 താഴെ ഡിവൈഡ് ചെയ്യുന്നു, മേളിൽ 9 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 9 + 99 + 999 എക്സെട്ര. 9നെ 10 - 1, 99നെ 100 - 1, 999നെ 1000 - 1 എക്സെട്ര ടു n ടേംസ് എന്ന് എഴുതാം. ഇനി പോസിറ്റീവ് ടേം ഒരുമിച്ച് എഴുതുക. 10 + 100 + 1000 + എക്സെട്ര ടു n ടേംസ്. -1 -1 -1 n ടൈംസ് ഉണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ -n. നെക്സ്റ്റ് ഇതൊരു ജി പി ആണ്. 10 മൾട്ടിപ്ലൈ ചെയ്ത് വന്ന് ജി പി. അപ്പോൾ ഫസ്റ്റ് ടൈം 10, കോമൺ റേഷ്യോയും 10. സം കാണുന്ന ഫോർമുല a × r⁻n - 1 by r - 1. സോ 7/9 10 × 10⁻n - 1 by r - 1. 10 - 1 9 മൈനസ് ഈ ലാസ്റ്റ് n ആണ് എഴുതിയിട്ടുള്ളത്. ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ഈ സീരീസിന്റെ സം ഇവിടെ എഴുതുന്നു. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യണ്ട. നാളെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പി 13/12 ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ് -1. ഫൈൻഡ് ദ ടേംസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കാതെ പോകരുത്. ലെറ്റ് a/r a/ar be the terms. Given that ഇവയുടെ പ്രോഡക്റ്റ് a/r × a × ar ഈക്വൽ ടു -1. ആറും ക്യാൻസൽ ചെയ്താൽ a³ ഈക്വൽ ടു -1. അപ്പോൾ a എന്താണ്? -1. ഇനി ഇവയുടെ സം തന്നിട്ടുണ്ട്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 13/12. എക്ക് -1 കൊടുത്താൽ -1/r, അടുത്ത -1, ഇവിടെ -r ഈക്വൽ ടു 13/12. ഡിനോമിനേറ്റർ 12r ഉണ്ട്. അതുകൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 12r മൾട്ടിപ്ലൈ ചെയ്താൽ ആറും പോയി കഴിഞ്ഞു, -12. ഇവിടെ -12r. ഇവിടെ 12r മൾട്ടിപ്ലൈ ചെയ്താൽ 12r × -12r². ഇവിടെ 12r ഇവിടെയും മൾട്ടിപ്ലൈ ആണ്. 12ഉം പോയാൽ 13r. എല്ലാം ഒരു റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. +12r². ഇത് +12r ഉം 13r ഉം 25r +12 ഈക്വൽ ടു 0, വിച്ച് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോൾവ് ചെയ്യുക. നിങ്ങൾക്കറിയാം കോമൺ റേഷ്യോ -4/3 ഓർ -3/4 രണ്ട് വാല്യൂ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ടേംസ് ആണ് കണ്ടെത്തേണ്ടത്. a എന്ന് പറയുന്നത് -1. കോമൺ റേഷ്യോ ആദ്യത്തേത് എഴുതുക. -4/3. ഈ രണ്ട് വാല്യൂ a/r a/r കൊടുക്കുമ്പോൾ സീക്വൻസ് കിട്ടും. ഇനി തിരിച്ച് r ഈക്വൽ ടു രണ്ടാമത്തെ സാധ്യത കൊടുക്കുമ്പോൾ ഇതിന്റെ നേരെ റിവേഴ്സ് ഓർഡർ കിട്ടും. 4/3 ആദ്യം വരും, -1 then 3/4. ഓക്കെ, അത് ഈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എയുടെയും ആറിൻ്റെയും വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ കിട്ടും. മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. Insert 2 numbers between 3 and 81 so that the resulting sequence is a GP. അല്ലെ, അപ്പോൾ 3ക്കും 81നും ഇടയ്ക്ക് 2 ടേം ഇൻസർട്ട് ചെയ്യണം. അത് T2 T3 എന്നിരിക്കട്ടെ. അപ്പോൾ ലെറ്റ് 3 T2 T3 എക്സെട്ര ബി എ ജി പി. ഈ ജി പിയുടെ 1 2 3 4 ഫോർത്ത് ടേം ആണ് 81. ഫോർത്ത് ടേം ഓഫ് ജി പി കാണുന്ന ഫോർമുല a × r³ that is 81. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് 3 ആണ്. സോ r³ ഈക്വൽ ടു 81/3 27. 27നെ 3³ എന്ന് എഴുതാം. ബേസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ r ഈക്വൽ ടു 3. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അതും 3. നമ്മൾ എങ്കിൽ സെക്കൻഡ് ടൈം കാണുന്ന ഫോർമുല a × r 3 × 3 9. അടുത്ത തേർഡ് ടൈം കാണുന്ന ഫോർമുല a × r². അപ്പം 9 × 3 27 എന്ന് കിട്ടും. സോ T2 T3 എന്ന് പറയുന്നത് 9ഉം 27ഉം. ഇടയ്ക്കുള്ള രണ്ട് ടേം ഏതൊക്കെയാണ്? 9 and 27. നെക്സ്റ്റ് സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. Find the slope of the line passing through the points 3 -2 and -1 4. സ്ലോപ്പ് കാണുന്ന ഫോർമുല y2 - y1. അപ്പോൾ 4 - -2 6 by x2 - x1 -1 -3 -4 6/-4. 6/-4 എന്താണ്? -3/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Line through the points. This one is perpendicular to the line through the points. This one. Find value of x. ഈ ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ what is the value of x? അപ്പോൾ ആദ്യം സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ കാണുക. 8 - 6 എന്താണ്? 2/6. 2/6 that is 1/3. സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ കിട്ടി. സിമിലർലി സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ലൈൻ കാണുക. y2 - y1 24 - 12 12/x2 - x1 12 എന്ത് കിട്ടും? x - 8. ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1. സോ 1/3 × 12/x - 8 ഈക്വൽ ടു -1. 12/3 എന്താണ്? 4.
അപ്പോൾ മേളിൽ 4, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു എക്സ് -8 -1 +8. സോ എക്സ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1,1 ഫ്രം ദിസ് ലൈൻ. അല്ലെ, ഇവിടെ ഇത് x1, ഇതെന്താണ് y1. ax plus by plus c equal to 0, which is the general equation of a line. അല്ലെ, ജനറൽ ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a എന്ന് പറഞ്ഞാൽ 3, b എന്ന് പറഞ്ഞാൽ -5, c എന്ന് പറഞ്ഞാൽ 2. അതെടുത്ത് എഴുതുക, a3 b -5 c2. x1 y1 തന്നിട്ടുള്ള പോയിന്റ്. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 plus by1 plus c by root of s square plus b square. a into x1 3 into -1 -3 -5 into 1 -5 plus 2 by root of s square plus b square. 9 plus 25 root 34. കറക്റ്റ് അല്ലേ? അപ്പോൾ സോ ആൻസർ മേളിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 by root 34. നെഗറ്റീവ് എന്നാൽ പോസിറ്റീവ് ആക്കി എഴുതുക. അതിനാണ് മോഡുലസ് കൊടുത്തിരിക്കുന്നത്, കാരണം ഡിസ്റ്റൻസ് കനോട്ട് ബി നെഗറ്റീവ്. നെക്സ്റ്റ്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, -2. ആദ്യം തന്നിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്തുക. സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ കാണുന്ന ഫോർമുല മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. അപ്പൊ -1 ബൈ എന്ത് വരും? -2. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ലൈൻ -1 by -2, ദാറ്റ് ഈസ് +1/2. എങ്കിൽ സ്ലോപ്പ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻ, ഇതിന് പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? റെസിപ്രോക്കൽ എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? -2. നമുക്ക് കാണേണ്ട ലൈനിലെ ഒരു പോയിന്റ് 1, -2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് -2 എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഒരു പോയിന്റും സ്ലോപ്പും അറിയാമെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ y - y1 ഈക്വൽ ടു m into x - x1. എന്താണ് x1? ഇത് y1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x plus y ഈക്വൽ ടു എന്ത് കിട്ടും? 0. നെക്സ്റ്റ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്. 2 പോയിന്റ് എന്നിട്ട് ലൈനിന്റെ ഇക്വേഷൻ കാണുക. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അല്ലെ, എന്നിട്ട് ഫോർമുല എന്താണ്? y - y1 by y2 - y1 ഈക്വൽ ടു x - x1 by x2 - x1. ഞാൻ നേരത്തെ പറഞ്ഞ x1 y1 x2 y2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കിട്ടും. നെക്സ്റ്റ്, ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ എബവ് ലൈൻസ്. നേരത്തെ ആദ്യത്തെ ലൈൻ 2x plus y equal to 0, രണ്ടാമത്തെ ലൈൻ ഇത്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ കാണണം. അപ്പൊ ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് അതാണ് m1. ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടെത്തും? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. അപ്പൊ -2/1, അത് -2. രണ്ടാമത്തെ ലൈനിന്റെ ഇതാണ് സ്ലോപ്പ് m2, മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, അത് -1/1, ദാറ്റ് ഈസ് -1. ആംഗിൾ കാണുന്ന ഫോർമുല tan θ ഈക്വൽ ടു m2 - m1 by 1 plus m1 m2. ഇതിലകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tan θ ഈക്വൽ ടു 1/3 എന്ന് കിട്ടും, വിച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. നെക്സ്റ്റ് വൺ, റെഡ്യൂസ് ദ ഇക്വേഷൻ ഇൻ ടു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇത് അത്രത്തോളം പ്രാധാന്യമില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുക. 3x plus 2y minus 12 equal to 0. Also find x intercept and y intercept. എന്താണ് x intercept ഫോം? x by a plus y by b equal to 1. റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആക്കണം. അതിനുവേണ്ടി ഇക്വേഷൻ 3x plus 2y equal to 12 എന്ന് എഴുതുക. ഡിവൈഡിങ് ബൈ 12, 3x by 12 x by 4, 2y by 12 y by 6 equal to 1. എക്സിന്റെ താഴെ ഇരിക്കുന്നതാണ് x ഇന്റർസെപ്റ്റ്, y-യുടെ താഴെ ഇരിക്കുന്നതാണ് y ഇന്റർസെപ്റ്റ്. ഇതേപോലെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുക ഈ ലൈനിനെ. എന്നിട്ട് സ്ലോപ്പും y ഇന്റർസെപ്റ്റും കാണുക. എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? y ഈക്വൽ ടു mx പ്ലസ് c. അപ്പോൾ 3y ഈക്വൽ ടു, ബാക്കി റൈറ്റ് സൈഡിൽ എഴുതുക, y ഈക്വൽ ടു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -2x പ്ലസ് 5/3. അപ്പോൾ m എന്ന് പറയുന്നത് -2, എന്താണ് y ഇന്റർസെപ്റ്റ് c എന്ന് പറയുന്നത് 5/3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കോണിക് സെക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ x² plus y² -8x plus 10y minus 12 equal to 0. സർക്കിളിന്റെ ജനറൽ ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ g എന്ന് പറയുന്നത്, g ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതി. അപ്പൊ g എന്താണ്? -4. f എന്ന് പറയുന്നത് y-യുടെ കോഎഫിഷ്യന്റ് പകുതി 5. c എന്ന് പറയുന്നത് -12. അപ്പൊ GFC എഴുതുക. GFC എക്സിന്റെ കോഎഫിഷ്യന്റ് ഹാഫ്, അതാണ് g. y-യുടെ കോഎഫിഷ്യന്റ് ഹാഫ്, അതാണ് f. കോൺസ്റ്റന്റ് ടേം ആണ് c. നൗ സെന്റർ കാണുന്ന ഫോർമുല -g, -f. സോ 4, -5. റേഡിയസ് കാണുന്ന ഫോർമുല √of g² plus f² minus c. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √53 എന്ന് കിട്ടും. 3 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വെർട്ടെക്സ്, ഫോക്കസ്,
equation of directrix, equation of axis and length of latus rectum of the parabola y square equal to 12x, y square equal to 4ax എന്ന പരാബോള സി ഷേപ്പ് പരാബോള സ്റ്റാൻഡേർഡ് ഫോമുമായി കമ്പയർ ചെയ്യുമ്പോൾ 4a എന്ന് പറഞ്ഞാൽ എന്താണ് 12 എന്ന് കിട്ടും. അപ്പൊ a എന്താണ് 12/4 3. ഈ പരാബോളയുടെ ഫോക്കസ് a, 0 അപ്പൊ 3,0. വെർട്ടെക്സ് 4 സ്റ്റാൻഡേർഡ് പരാബോളയുണ്ട്, 4 എണ്ണത്തിന്റെയും വെർട്ടെക്സ് 0 0. Equation of directrix x equal to minus a, so x equal to minus 3. Equation of axis y square വന്നാൽ y equal to 0, x square വന്നാൽ x equal to 0. ഇവിടെ y square ആയതുകൊണ്ട് y equal to 0. Length of latus rectum 4 പരാബോളയ്ക്കും ഒരേ ഫോർമുല 4a, so 4a എന്താണ് 12. പരാബോളയുടെ പ്രോപ്പർട്ടീസ് പഠിച്ചാൽ ഈസി ആയിട്ട് അത് എഴുതുവാൻ സാധിക്കും. നെക്സ്റ്റ് ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, find foci, vertices, eccentricity, length of latus rectum and length of major and minor axis of the ellipse 4x square plus 9y square equal to 36. എലിപ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. റൈറ്റ് സൈഡ് 1 ആക്കണമെങ്കിൽ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 4x സ്ക്വയർ ബൈ 36, 4ഉം 36ഉം ക്യാൻസൽ ചെയ്താൽ താഴെ 9, എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. എക്സ് സ്ക്വയറിന്റെ താഴെ ഇരിക്കുന്ന വലിയ നമ്പർ ആണെങ്കിൽ ഒന്നാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ്, ഇതിപ്പോ ഒന്നാമത്തെ ടൈപ്പ്, അതുകൊണ്ട് എസ് സ്ക്വയർ 9, ബി സ്ക്വയർ എന്ന് പറയുന്നത് 4, a3 b2. സി കണ്ടെത്തുക, റൂട്ട് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് 9 മൈനസ് 4 ദാറ്റ് ഈസ് റൂട്ട് 5. ഫോക്കൈ കാണുന്ന ഫോർമുല ഫസ്റ്റ് ടൈപ്പ് പ്ലസ് ഓർ മൈനസ് c, 0. So plus or minus root 5, 0. Eccentricity c by a root 5/3. Vertices plus or minus a, 0 plus or minus 3, 0. Length of latus rectum 2b square by a. കാണാതെ പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈപ്പർബോളയ്ക്കും സെയിം പ്രോപ്പർട്ടി ആണ്, ഇത് പഠിച്ചാൽ മതി. സോ 2 into 4 8 by a എന്നാണ് 3. മേജർ ആക്സിസ് ലെങ്ത് 2a, മൈനർ ആക്സിസ് ലെങ്ത് 2b. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ആയി വെരി വെരി ഇമ്പോർട്ടൻറ്റ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3-dimensional geometry എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഒക്ടൻ 2, -3,4. 2, -3,4 ഇതിന്റെ ഒക്ടന്റ് എവിടെയാണ് ലേ ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ് ഓ വൈ ഡാഷ് ഇസഡ്, നെഗറ്റീവ് എന്നാൽ ഡാഷ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമ്പർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതെന്താണ്? 4th ഒക്ടന്റ്. എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താമെന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ പറയുന്നുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് 3 പോയിന്റ് തന്നിട്ടുണ്ട്, അത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ 3 പോയിന്റും ഒരേ ലൈനിൽ ലൈ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് എ എന്ന് കൊടുക്കുക, രണ്ടാമത്തെ പോയിന്റ് ബി, മൂന്നാമത്തെ പോയിന്റ് സി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോർമുല അറിയാലോ, x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. 1 minus minus 2, 1 plus 2 3, 3 സ്ക്വയർ എന്താണ് 9. അടുത്ത് 2 minus 3 minus 1 അതിന്റെ സ്ക്വയർ 1. അടുത്ത് 3 minus 5 minus 2 അതിന്റെ സ്ക്വയർ 4, റൂട്ട് 14 എന്ന് കിട്ടി. സിമിലർലി ബി സി 7 minus 1 6, 6 സ്ക്വയർ 36. അടുത്തത് 0 minus 2 minus 2 അതിന്റെ സ്ക്വയർ 4. അടുത്ത് -1 -3 -4 അതിന്റെ സ്ക്വയർ 16. ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 56, അതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 times റൂട്ട് 14 എന്ന് എഴുതാം. നെക്സ്റ്റ് സിമിലർലി എ സി കാണുമ്പോൾ റൂട്ട് 126, അത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 into റൂട്ട് 14 എന്ന് എഴുതാം. എ ബിയും ബി സിയും ആഡ് ചെയ്താൽ 1 റൂട്ട് 14ഉം 2 റൂട്ട് 14ഉം 3 റൂട്ട് 14 കിട്ടും, which is equal to AC. Sum of two side is equal to third side. Therefore the points are collinear. ഇത്തരത്തിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പൈതഗോറസ് തിയറം AB സ്ക്വയർ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ സ്ക്വയറിന്റെ സം എന്തിന് ഈക്വൽ ആയിരിക്കണം? തേർഡ് സൈഡിന്റെ സ്ക്വയർ, എങ്കിൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഐസോസിലസ് ആണെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്താൽ മതി. നെക്സ്റ്റ്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ equidistant from the points 1 2 3 and 3 2 -1. ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ആ ജനറൽ പോയിന്റ് പി എക്സ് കോമ വൈ കോമ ഇസഡ് എന്നിരിക്കട്ടെ. തന്നിട്ടുള്ള പോയിന്റ് എ എന്ന് കൊടുത്തു, ബി എന്ന് കൊടുത്തു. പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ. അപ്പൊ ഗിവൺ ദാറ്റ് പി എ ഈക്വൽ ടു പി ബി. അപ്പൊ പി എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 the whole square പ്ലസ് y minus 2 the whole square plus z minus 3 the whole square equal to root of pb കാണുക. പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് root of x minus 3 the whole square plus y minus 2 the whole square plus z minus 1 അതാണ് z plus 1 the whole square. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും, പിന്നെ എക്സ്പാൻഡ് ചെയ്യുക. a minus b the whole square x square minus 2x plus 1.
അടുത്തും ഇതേപോലെ y സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 z സ്ക്വയർ മൈനസ് 6z പ്ലസ് 9 a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അപ്ലൈ ആണ് കേട്ടോ. ഇവിടെ x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 y സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 1 ഒരേപോലത്തെ ടേംസ് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4x മൈനസ് 8z ഈക്വൽ ടു 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ഒരു പീസ് വൈസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 f of x. ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ ലെസ് ദാൻ വരുമ്പോൾ ഒരു സ്വഭാവം, ഗ്രേറ്റർ ദാൻ വരുമ്പോൾ മറ്റൊരു സ്വഭാവം. അങ്ങനത്തെ കേസിൽ ലിമിറ്റ് കാണാൻ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടെത്തണം. എന്താണ് ലെഫ്റ്റ് ലിമിറ്റ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 ഇട്ടിട്ട് മേളിൽ മൈനസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് 1 ചെറുത് വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1. എക്സിന് 1 കൊടുത്താൽ 1 മൈനസ് 1 0 എന്ന് കിട്ടി. സിമിലർലി റൈറ്റ് ലിമിറ്റ് കാണണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് 1 വലിയ വാല്യൂ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ വരുമ്പോൾ ഫംഗ്ഷൻ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സിന് 1 കൊടുത്താൽ മൈനസ് 1 മൈനസ് 1 മൈനസ് 2. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ വാല്യൂ ആണ് ലിമിറ്റ്. ഇവിടെ രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ലിമിറ്റ് ഡസൻ എക്സിസ്റ്റ് എന്ന് എഴുതുക. നെക്സ്റ്റ് ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എഴുതി പഠിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഈ റൂട്ടിനകത്തിരിക്കുന്നതിന് y എന്ന് കൊടുക്കുക. ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? y മൈനസ് 1. എക്സ് 0യിലേക്ക് പോകുമ്പോൾ ആണ് ഈ ഫംഗ്ഷൻ അല്ലേ, എക്സ് ടെൻഡിങ് ടു 0. ഞാൻ കംപ്ലീറ്റ് ഇതിനെ ഒയിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒയിലെ ലിമിറ്റ് കണ്ടെത്തണം. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ഇവിടെ എക്സിന് 0 എടുത്താൽ y ഈക്വൽ ടു 1, y ടെൻഡിങ് ടു 1. എക്സ് ടെൻഡിങ് ടു 0 ആകുമ്പോൾ y ടെൻഡിങ് ടു 1 എന്ന് എഴുതാം. ലിമിറ്റ് y ടെൻഡിങ് ടു 1 റൂട്ട് 1 പ്ലസ് എക്സ് എന്താണ്? y മൈനസ് 1 ബൈ താഴെ എക്സിന്റെ പ്ലേസിൽ എന്താണ്? y മൈനസ് 1. സോ റൂട്ട് എന്ന് പറഞ്ഞാൽ റൈസ് ടു 1/2 ആണ്. മൈനസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 റൈസ് ടു 1/2 ബൈ y മൈനസ് 1. നമുക്കൊരു ഫോർമുല അറിയാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ എക്സ് മൈനസ് a വന്നാൽ n ഇൻറ്റു a റൈസ് ടു n മൈനസ് 1. n എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1. 1/2 ഇൻറ്റു 1 റൈസ് ടു എന്ത് വന്നാലും അത് 1 ആണ്. സോ ഫൈനൽ ആൻസർ 1/2. ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. മസ്റ്റായിട്ട് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ 3x ബൈ സൈൻ 4x. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ 1. അപ്പോൾ ഇവിടെ 3x വന്നാൽ താഴെ എന്ത് വരണം? 3x. അപ്പോൾ ഇവിടെ ഒരു 3x കൊടുത്തു, മേളിലും 3x കൊടുത്തു. താഴെ ഡിവൈഡഡ് ബൈ സൈൻ 4x. താഴെ എന്ത് വേണം? 4x കൊടുത്തു, മേളിലും കൊടുത്തു. ഇനി ഇതിന്റെ ആൻസർ എന്താണ്? 1. ഇതിന്റെ ആൻസർ 1. പിന്നെ എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 3/4. ഷോർട്ട് കട്ട് എന്താണ്? 3/4. 3 മാർക്സിനൊക്കെ ചോദിച്ചാൽ ഷോർട്ട് കട്ട് എഴുതിയാൽ 1 മാർക്കേ കിട്ടൂ. അവിടെ നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് തന്നെ കാണിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. മോഡൽ എക്സാമിനേഷൻ ടാൻ എക്സ് ആണ് ചോദിച്ചത്, അതും പഠിക്കണം. സൈൻ കോസ് ടാൻ എക്സ് സ്ക്വയർ 1/x. ഇത്രയും ഈ 5 എണ്ണത്തിൽ 1 ചോദിക്കാനാണ് സാധ്യത. മസ്റ്റായിട്ട് അത് എഴുതി പഠിക്കുക. സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നു. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ എച്ച്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഫോർമുലയാണ് സൈൻ എ മൈനസ് സൈൻ ബി എസ് മൈനസ് എസ് 2cs 2 cos f പ്ലസ് ബി ബൈ 2. ആംഗിൾ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു 2cs സൈൻ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സും എക്സും പോയാൽ h/2. നെക്സ്റ്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ 2നെ ഇവിടെ ബൈ 2 എന്ന് എഴുതുന്നു. ഈ സൈൻ h/2ന്റെ അടുത്തേക്ക് മാറ്റുന്നു. ഇത് മാത്രം സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 h0 അല്ലേ, ഇത് 0 ആയപ്പോൾ 2 ക്യാൻസൽ ചെയ്താൽ cos x എന്ന് കിട്ടും. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ എക്സ് ബൈ എക്സ് എന്താണ് ആൻസർ? 1. അപ്പോൾ 1 ഇൻറ്റു കോസ് എക്സ് എന്താണ്? കോസ് എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എഴുതി പഠിക്കുക. വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 5 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. കോഷ്യന്റ് റൂൾ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോഷ്യന്റ് റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ, രണ്ടിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നാളെ ചോദിക്കുന്നത്. സോ സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നു. എന്താണ് കോഷ്യന്റ് റൂൾ? ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. d/dx ഓഫ് മേളിലിരിക്കുന്ന ഫംഗ്ഷൻ മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ എഴുതുക. ദെൻ d/dx ഓഫ് താഴെയിരിക്കുന്ന ഫംഗ്ഷൻ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. അതാണ് ഫോർമുല. ഫോർമുല പഠിക്കണം, വേറെ ഒരു രക്ഷയുമില്ല. സൈൻ എക്സ് അതുപോലെ എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് 5 ഇൻറ്റു എക്സ് റൈസ് ടു 4
മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസ് മൈനസും പ്ലസ് സൈൻ എക്സ്, സെന്ററിലെ മൈനസ് അതുപോലെ ഈ ഫംഗ്ഷൻ അതുപോലെ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. സിംപ്ലിഫിക്കേഷൻ താല്പര്യമുള്ളവർക്ക് ചെയ്തില്ലെങ്കിലും മാർക്ക് ഫുള്ള് കിട്ടും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ്, പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ദെൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ് 1. പ്രോഡക്റ്റ് റൂൾ പഠിക്കുക, കോഷ്യന്റ് റൂൾ പഠിക്കുക, ഉറപ്പായിട്ട് ചോദിക്കും ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 100% ഉറപ്പായ ക്വസ്റ്റ്യൻ, ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് ഫൈൻഡ് മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്ലാസ് ഇന്റർവൽ എഴുതുക, ദെൻ ഫ്രീക്വൻസി എഴുതുക, ദെൻ എക്സ് മിഡ് വാല്യൂ എന്താണ് ക്ലാസ് ഇന്റർവൽ തമ്മിൽ ലോവറും അപ്പറും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10ന്റെ പകുതി 5, 10ഉം 20ഉം കൂട്ടിയാൽ 30, 30ന്റെ പകുതി 15, 50ന്റെ പകുതി 25, 40 30ഉം 70 പകുതി 35, 90ന്റെ പകുതി 45, 110ന്റെ പകുതി 55. മിഡ് വാല്യൂ അതാണ് എക്സ്. അടുത്ത് എഫ് എക്സ് എന്ന സംഭവം കാണുക. 6 × 5 30, 7 × 15 105, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്, എഫ് എക്സിന്റെ സം. അടുത്ത് എഫ് എക്സ് സ്ക്വയർ, അത് കാണാൻ വേറെ ഒന്നുമില്ല, 5 × 30, ഈ എഫ് എക്സും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലാതെ സ്ക്വയർ ഒന്നും ചെയ്യണ്ട, സിമ്പിൾ മെത്തേഡാണ്. 5 × 30 150, 15 × 105 ഇത് എഴുതുക, 25 × 375 എഴുതുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. നൗ മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. എന്താണ് ക്യാപിറ്റൽ എൻ? സം ഓഫ് ഫ്രീക്വൻസി, അത് 50 ആണ്. അടുത്ത് സിഗ്മ എഫ് എക്സ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 1360 ബൈ 50, ആൻസർ 27.2. നെക്സ്റ്റ് വേരിയൻസ് കാണുന്ന ഫോർമുല മസ്റ്റ് ആയിട്ട് പഠിക്കുക, സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. സിമ്പിൾ ഫോർമുല, സിഗ്മ എഫ് എക്സ് സ്ക്വയർ 44,850 ബൈ 50 ക്യാപിറ്റൽ എൻ മൈനസ് 27.2ന്റെ സ്ക്വയർ. കാൽക്കുലേറ്റർ കൊടുത്താൽ 157.16 എന്ന് കിട്ടും. നൗ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ്. ഓക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് വേരിയൻസ്, റൂട്ട് 157.16 ദാറ്റ് ഈസ് 12.54 എന്ന് കാൽക്കുലേറ്റർ കൊടുത്താൽ കിട്ടും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അങ്ങനത്തെ ക്വസ്റ്റ്യനും ചോദിക്കാം. പ്രത്യേകിച്ച് കൊമേഴ്സ് വിദ്യാർത്ഥികൾ നിർബന്ധം പഠിക്കണം. സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒരു 25% സാധ്യതയുള്ളൂ. എങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ചോദ്യകർത്താവ് വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് ഇതും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, പഠിക്കണം. കാരണം 6 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെയും ക്ലാസ് ഇന്റർവൽ ആദ്യം എഴുതുക, ഫ്രീക്വൻസി എഴുതുക, എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ നേരത്തെ പറഞ്ഞു അല്ലെ. ഇവിടെ വേറൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. 30ന്റെ പകുതി 15, 50ന്റെ പകുതി 75, 70ന്റെ പകുതി അല്ലെ 35, അങ്ങനെ കൂട്ടി എഴുതുക. നെക്സ്റ്റ് നേരത്തെ ചെയ്തതുപോലെ എഫ് എക്സ് 2 × 15 30, 3 × 25 75 അങ്ങനെ എഴുതുക. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1800. സോ ഉടൻ തന്നെ മീൻ കാണാം. മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ 1800 ബൈ 40 എന്ത് കിട്ടി 45. അടുത്ത് നമ്മൾ മീൻ ഡീവിയേഷൻ ആണെങ്കിൽ ഡീവിയേഷൻ കാണണം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 45 ആണ്. ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയോ? എക്സ് എന്ന് പറഞ്ഞാൽ 15 ആണ് അല്ലേ. 15 മൈനസ് 45, എക്സ് ബാർ 45 ആണ് കേട്ടോ. 15ൽ നിന്ന് 45 കുറച്ചാൽ മൈനസ് 30 ആണ്. പക്ഷെ ഇവിടെ മോഡുലസ് ഉള്ളത് കൊണ്ട് പ്ലസ് എഴുതുക. അടുത്ത് 25ൽ നിന്ന് 35 കുറച്ചാൽ 45 കുറച്ചാൽ 45 ആണ്. 25 മൈനസ് 45 20, 35 മൈനസ് 45 10 ഇങ്ങനെ കുറയ്ക്കുക. 45 നിന്ന് 45 കുറച്ചാൽ 0. എക്സ് ബാർ എന്ന് പറയുന്നത് 45 അതാണ് കുറയ്ക്കേണ്ടത്. 55ൽ നിന്ന് 45 കുറച്ചാൽ 10, 65ൽ നിന്ന് 45 20, 75ൽ നിന്ന് 10 കുറച്ചാൽ 45 കുറച്ചാൽ 30. എന്നിട്ട് ഈ ടേബിളും എഫുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ 2 × 30 60, ദെൻ 3 × 20 60, സിമിലർലി 8 × 10 ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി 400. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ ക്യാപിറ്റൽ എൻ ദാറ്റ് ഈസ് 400 ബൈ 40 ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് വരുന്നത്. അതുകൊണ്ട് ഇതും 6 മാർക്കിന് ചോദിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കുക. ഫൈനലി ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. ഈ പറയുന്ന സംഗതികൾ കണ്ടെത്തണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആദ്യം പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ. അത് കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 0.88.
പ്രോബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. അത് കാണുന്ന ഫോർമുല 1 മൈനസ് പി ഓഫ് എ. അപ്പോൾ 1 മൈനസ് 0.54, 0.46. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ, പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. പ്രോബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. പ്രോബിലിറ്റി ഓഫ് കോംപ്ലിമെന്റ് സെപ്പറേറ്റ് ചെയ്തത് സിംഗിൾ ആക്കാൻ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഇന്റർസെക്ഷൻ യൂണിയൻ ആക്കിയാൽ മതി. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് കളയണമെങ്കിൽ 1 മൈനസ് കൊടുക്കണം. സോ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി, 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 0.88 കൊടുക്കുമ്പോൾ ആൻസർ ആവും. അടുത്ത പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി ഡാഷ്. ഇത് ഫോർമുലയാണ്, കാണാതെ പഠിക്കണം. പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.19. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. 2 മാർക്കിന് ചോദിക്കാനാണ് സാധ്യത. മസ്റ്റായിട്ട് പഠിക്കുക. മറ്റൊരു 2 മാർക്കിന് ഒരു വേർഡ് പ്രോബ്ലം ചോദിക്കാനാണ് സാധ്യത. അതിനുവേണ്ടി ഇവിടെ 2 ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നു. ഒന്ന് കാർഡുമായി ബന്ധപ്പെട്ടത്. ഒരു പാക്കറ്റിനകത്ത് 52 കാർഡുണ്ട്. ഫൈൻഡ് പ്രോബിലിറ്റി ദാറ്റ്, അതിലൊന്ന് ഒരു കാർഡ് എടുക്കുന്നു. ഫൈൻഡ് പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി ബ്ലാക്ക്. അല്ലേ, നിങ്ങൾക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇവിടെ 52 ആണ്. 52C1 ഒരു കാർഡ് എടുക്കുന്നു. അപ്പോൾ N of S 52. ബ്ലാക്ക് കാർഡ് എത്ര എണ്ണമുണ്ട്? 26 എണ്ണമുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി എന്തായിരിക്കും? 26/52, 1/2 എന്ന് കിട്ടും. അടുത്ത് ഞാൻ എടുക്കുന്ന കാർഡ് കിങ് ആകാനുള്ള സാധ്യത. കിങ് 4 എണ്ണമുണ്ട്, മൊത്തം 52. സോ 4/52 കിങ് കിട്ടാനുള്ള സാധ്യത എന്താണ്? 4/52. 4/52 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/13. അടുത്ത് പ്രോബിലിറ്റി ദാറ്റ് നോട്ട് ആൻഡ് എയ്സ്. മൊത്തം 52 കാർഡ്, അതിൽ എയ്സ് 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ എയ്സ് അല്ലാത്തത് 48. സോ 48/52 വിച്ച് ഈസ് ദ ആൻസർ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട്. ഒരു കാർഡ് എടുക്കുന്നു, അത് ഡയമണ്ട് ആകാനുള്ള സാധ്യത. മൊത്തം 52 കാർഡ് ഉണ്ട്, അതിൽ ഡയമണ്ട് എത്ര ഉണ്ട്? 13. സോ 13/52 ദാറ്റ് ഈസ് 1/4. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ്, 2 ഡൈ ത്രോ ചെയ്യുന്നു. അപ്പോൾ സാമ്പിൾ സ്പേസ് നിങ്ങൾക്കറിയാം 1 1 1 2 അങ്ങനെ 36 എണ്ണം വരും. അതിൽ ഡബിലറ്റ് കിട്ടാനുള്ള സാധ്യത. 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ ഡബിലറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഡബിലറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ വരും. 1 1 2 2 3 3 4 4 5 5 6 6 അങ്ങനത്തെ എലമെന്റ് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. സോ പ്രോബിലിറ്റി ഈക്വൽ ടു 6 ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? 36. ദാറ്റ് ഈസ് 1/6. അടുത്ത് പ്രോബിലിറ്റി ദാറ്റ് ഓഡ് നമ്പർ ഓൺ ബോത്ത് ദ ത്രോസ്. 2 ഡൈ എറിയുന്നു, 2 പ്രാവശ്യം ഓഡ് വരണം. സാധ്യത ഏതൊക്കെയാണ്? 1 1 1 3 1 5. ദെൻ തേർഡ് റോയിൽ 3 1 3 3 3 5 5 1 5 3 5 5 അങ്ങനെ 9 എണ്ണം. സോ പ്രോബിലിറ്റി 9/36 ദാറ്റ് ഈസ് 1/4. അടുത്ത് ആൻഡ് ഈവൻ നമ്പർ ഓൺ ഫസ്റ്റ് ത്രോ. ആദ്യം ഈവൻ കിട്ടണം. അങ്ങനത്തെ എത്ര എണ്ണം വരും? 18 എണ്ണം വരും. ടോട്ടൽ 36 ഉണ്ട്. ആദ്യം ഈവൻ വരുന്ന 18, ആദ്യം ഓഡ് വരുന്ന 18. അപ്പോൾ 18/36 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2. കുറച്ച് സ്പീഡിലാണ് ഞാൻ പ്രധാനമായിട്ടും അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ടൈം സേവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഓൾറെഡി നിങ്ങളിത് പഠിച്ചതാണ്, ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് സ്പീഡിൽ പറഞ്ഞത്. എങ്കിലും ടോപ്പ് 25 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തിയത്. ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും നിങ്ങൾ പഠിക്കുക. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കാണും. ഒന്നുകൂടെ ഓർമ്മ പുതുക്കാൻ ഈ ഒരു വീഡിയോ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. നാളെ നടക്കുന്ന പബ്ലിക് എക്സാമിനേഷന് എല്ലാവർക്കും മികച്ച സ്കോർ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം സ്കോർ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.